നമസ്തേ, ഞാൻ ഗീതാ ശിവന്. ഞാൻ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് വരുന്നത് ഇച്ചിരി ജ്യോതിഷത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് വരുന്നത്. ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ സ്ഥിതിയല്ല, ഒരു വ്യക്തി ജനിച്ച് ഇപ്പോഴത്തെ സ്ഥിതി അവരനുഭവിക്കുന്ന എന്താണെന്ന്, അല്ലെ ആ നക്ഷത്രക്കാർ അനുഭവിക്കുന്ന എന്താണ്, അല്ലെ ആ ഡേറ്റ് ഓഫ് ബർത്തുകാർ അനുഭവിക്കുന്ന എന്താണെന്നുള്ള കാര്യങ്ങൾ നിങ്ങളെ വിശദീകരിച്ച് തരാനാണ് ഞാൻ വരുന്നത്. അതിനായിട്ട് ഞാനൊരാളുടെ ഗ്രഹനില അല്ലെ ഡേറ്റ് ഓഫ് ബർത്തും ടൈം ഓഫ് ബർത്തും തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് പ്രകാരമുള്ള ഈ വ്യക്തിയുടെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് ഞാൻ പറയുന്നത്. ഈ വ്യക്തിക്ക് മാത്രമാണ്. അതായത് 22/11/1993 7:08 PM, അതായത് 7:08:22 PM ജനിച്ച ഒരു കുട്ടിയുടെ ഒരു വ്യക്തിയുടെ ഗ്രഹനില ജാതകമാണ് ഇവിടെ ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ കുട്ടി ഉരുട്ടാതി 1-ാം പാദത്തിൽ ജന്മം കൊണ്ടവരാണ്. ഉരുട്ടാതി 1-ാം പാദത്തിലാണ് ഈ കുട്ടി ജന്മം എടുത്തിട്ടുള്ളത്. ഈ കുട്ടിയുടെ ഇപ്പോഴത്തെ പ്രായം എന്ന് പറയുന്നത് 31 വയസ്സാണ്. അതായത് ഇന്നത്തെ ദിവസം തന്നെ ഈ കുട്ടിക്ക് 31 വയസ്സ് തികഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ ഇദ്ദേഹത്തിൻ്റെ ദശാസന്ധി എന്ന് പറയുന്നത് ശനിദശയിൽ വ്യാഴത്തിൻ്റെ അപഹാരമാണ്. അപ്പം ഇതിൻ്റെ ഗ്രഹനില ഞാനൊന്ന് പറഞ്ഞിട്ടെ. ഈ ഗ്രഹനില നിങ്ങളുടെ കയ്യിലുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന ഫലം നിങ്ങൾ പൂർണ്ണമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. യാതൊരു വ്യത്യാസമില്ല കാര്യത്തിൽ. ശാസ്ത്രമാണെങ്കിൽ, ജ്യോതിശാസ്ത്രം പറയുന്നെങ്കിൽ ഇത് എൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു പ്രവചനമൊന്നുമല്ല, ഞാൻ പഠിച്ചതിൻ്റെ ബേസിൽ പറയുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് ശനിദശയിലെ വ്യാഴത്തിൻ്റെ അപഹാരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ ഗ്രഹനില പറയാൻ തുടങ്ങുകയാണ്. ഇവർ ഇടവലഗ്നക്കാരാണ്. ഇടവലഗ്നത്തിൽ കേതുവാണ് ഈ ലഗ്നത്തിൻ്റെ, ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഇടവലഗ്നത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹം ശുക്രനാണെങ്കിലും കേതു ഈ ലഗ്നവുമായിട്ട് യോഗം ചെയ്ത് നിൽക്കുന്നു, അല്ലെ സ്ഥിതി ചെയ്യുന്നു. 2-ാം ഭാവത്തിലെ ഗുളികനും 6-ാം ഭാവം ശത്രുസ്ഥാനമായ 6-ാം ഭാവം രോഗം, ശത്രുസ്ഥാനം, ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് 6-ാം ഭാവത്തെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അവിടെ ബുധനും ഗുരുവും ശുക്രനുമായി യോഗം ചെയ്തിരിക്കുന്നു. 7-ാം ഭാവമായ അതിൽ നിൽക്കുന്ന ഗ്രഹം എന്ന് വെച്ചാൽ രവിയും കുജനും സർപ്പവുമായിട്ട് യോഗം ചെയ്ത് നിൽക്കുന്നു. സർപ്പി എന്ന് പറയും, അതായത് രാഹു ആയിട്ട് യോഗം ചെയ്ത് നിൽക്കുന്നു. 8-ാം ഭാവം ശുദ്ധമാണ്, 9-ാം ഭാവം ശുദ്ധമാണ്, 10-ാം ഭാവം കർമ്മസ്ഥാനത്തെ ചന്ദ്രനും ശനിയുമായിട്ട് യോഗം ചെയ്ത് നിൽക്കുന്നു. 11-ാം ഭാവം ശുദ്ധമാണ്, 12-ാം ഭാവം ശുദ്ധമാണ്. ഇതാണ് ഈ വ്യക്തിയുടെ ഗ്രഹനില. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ വളരെ മോശമായൊരവസ്ഥ കുറേ കാലം കൊണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ജാതകൻ. ഇവർക്ക് ഏകദേശം 23/5/2006 മുതൽ ഇവരുടെ സമയം വളരെ ദോഷകരമായി മാറിക്കഴിഞ്ഞു. അതായത് 12 വയസ്സ് 5 മാസം 29 ദിവസമായപ്പോൾ ഇവർക്ക് ശനി ബാധിച്ചു കഴിഞ്ഞു. അന്ന് മുതൽ എല്ലാ കാര്യത്തിനും വളരെ ദുരിതമായ ഒരവസ്ഥ. വിദ്യാഭ്യാസത്തിനാണെങ്കിലും എന്ത് കാര്യത്തിനാണെങ്കിലും എല്ലാവരെയും കുറ്റം കേൾക്കാനും, അവരെത്രമാത്രം കഷ്ടപ്പെട്ട് പഠിച്ചാൽ പോലും മനസ്സിലാകാത്തൊരവസ്ഥയും, അവർക്ക് ഡിപ്രഷൻ, മാനസികമായിട്ടുള്ള ഒരു വല്ലാത്തൊരവസ്ഥ, ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനും, എന്ത് കാര്യത്തിനും തടസ്സവും മന്ദതയും അനുഭവപ്പെടാനും ഒക്കെ ഉള്ളൊരു യോഗകാലമാണ് അത്. അതായത് 23/5/2025 വരെ ഈ വ്യക്തികൾ അനുഭവിച്ചേ പറ്റും. അതായത് 31 വയസ്സ് 5 മാസം 29 ദിവസം വരെയാണ് ഇവരുടെ ഇങ്ങനെയുള്ള ഈ ദുരിതങ്ങൾ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോഴാണ്
ഈ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇവർക്കൊരു വലിയൊരു ഭാഗ്യമുണ്ട്. ഞാൻ ഈ ഒരു ഗ്രഹനില അല്ലെങ്കിൽ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് തിരഞ്ഞെടുക്കാൻ കാരണം അത് തന്നെയാണ്. ഇവരുടെ ശനി ഏകദേശം കഴിയാൻ പോവുകയാണ്. അതായത് ഈ 23/5/2025 ആകുമ്പോഴത്തേക്കിന് ഇവരിതുവരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾക്കെല്ലാം തന്നെ ഒരു മാറ്റം വരികയാണ്. അത് കഴിഞ്ഞ് ഒരു നല്ലൊരു കാലം ഇവർക്ക് വരുന്നുണ്ട്. ഇതുവരെ ഇവർക്ക് ജോലി സംബന്ധമായിട്ടൊക്കെ തന്നെ വളരെ വിഷമതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ജോലി കിട്ടാനോ വിദ്യാഭ്യാസപരമായിട്ടൊക്കെ ഒരുപാട് ദുരിതങ്ങളൊക്കെ ഇവർക്ക് അനുഭവയോഗ്യമായിട്ടുണ്ട്. വിഷമതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. അതിൽ നിന്നെല്ലാം തന്നെ ഇവർക്ക് ഒരു മാറ്റം തന്നെ ഇനി ഉടനെ തന്നെ ഇവർക്ക് സംഭവിക്കാൻ തുടങ്ങുകയാണ്. അതായത് 2025 മെയ് മാസം 23-ാം തീയതി മുതൽ ഇവർക്ക് നല്ല രീതിയിൽ ഉള്ള ഒരു മാറ്റങ്ങളാണ്. ഇവരുടെ കർമ്മ മേഖലയിലാണെങ്കിലും എല്ലാം കൊണ്ട് ഇവർക്കൊരു മാറ്റം ഉണ്ടാകും. വിദ്യാസമ്പന്നരായിരിക്കും, നല്ല ജോലി കിട്ടും. മറ്റുള്ളവരുടെ ഇതുവരെയുള്ള ആനുകൂല്യങ്ങളെല്ലാം മാറി, അതിൻ്റെ വിഷമതകളെല്ലാം മാറി, മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന പീഡനങ്ങളും ഒറ്റപ്പെടുത്തലുകളും സമൂഹത്തിൽ നിന്ന് തന്നെ നമുക്ക് ഒറ്റപ്പെട്ട് മാറി നിൽക്കുന്ന ഒരു രീതിയും ഇതെല്ലാം മാറി നമുക്കിപ്പോൾ നല്ല ഒരു രീതിയിലുള്ള ഒരു ജീവിതം വിജയത്തിലേക്ക് നമ്മൾ കടക്കേണ്ട നല്ല ജോലിയും അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളെ തേടി എത്തിയിരിക്കും. അതിന് ഏത് രീതിയിലുള്ള ജന്മമാണ് നിങ്ങൾക്കുണ്ടെങ്കിലും, കാരണം മോശമായ ഒരു ഒന്നുമില്ലാത്തൊരു വീട്ടിൽ ജനിച്ചവരാണെങ്കിലോ, അതിന് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരുടെ കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലോ, അതല്ലെങ്കിൽ ഉന്നതമായ കുലത്തിൽ ജനിച്ചവരാണെങ്കിലോ, ആരാണെങ്കിൽ തന്നെയും ഈ ഒരു കാലയളവിൽ നിങ്ങൾക്ക് നല്ലൊരു മാറ്റത്തിന് വിധേയമാകിയിരിക്കും. ഈ ഗ്രഹം തന്നെ ഇതേപോലെയുള്ള ഗ്രഹം തന്നെ ഈ ഗ്രഹം തന്നെയിൽ ജനിച്ച വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഇതിനെക്കുറിച്ച് നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി നിങ്ങളെന്നെ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറയുന്നതായിരിക്കും. അതല്ല, പുതിയ ആർക്കെങ്കിലും നിങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത്, ടൈം ഓഫ് ബർത്ത് ഇത് കറക്റ്റായിരിക്കണം. എനിക്ക് കമൻറ്റ് ചെയ്യൂ. ആദ്യം വരുന്ന 10 കമൻറ്റിന് ഞാൻ മറുപടി തരുന്നതായിരിക്കും. ബാക്കിയുള്ളവരെ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ആദ്യമായിട്ട് നിങ്ങളാണ് 10 കമൻറ്റിൽ വരുന്നതെങ്കിൽ നിങ്ങളുടെ കാര്യം ഞാൻ വീണ്ടും പറയുന്നതായിരിക്കും.